ദോസ്തോ നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് സെന്റൻസ് ആണ്. സത്യത്തിൽ ഇന്നലെ എന്താ ഉണ്ടായേ? ഇത് നമ്മളിടയ്ക്ക് ഗ്രൂപ്പിൽ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചില്ലേ എന്നെ പോലുള്ളവരൊക്കെ വന്നിട്ട് 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞൊക്കെ വന്നിട്ട് ഒന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറില്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന ആവശ്യം വരും. സത്യത്തിൽ ഇന്നലെ എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ ആൾ പറയാറുണ്ട്. കൽ വാസ്തവമേ ക്യാ ഹുവാ? കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കല്ലിന് 2 മീനിങ് ഉണ്ട്. ഇന്നലേക്കും നാളേക്കും കൽ എന്ന് തന്നെ പറയും. പക്ഷെ ഗ്രാമർ അനുസരിച്ചാണ് ധ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഇന്നലത്തെ കാര്യം പറയണേന്ന്. അപ്പോൾ കൽ വാസ്തവമേ ക്യാ ഹുവാ എന്തുണ്ടായേ? ഞാൻ കാരണം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്രൂപ്പിൽ കയറിയിട്ടില്ല. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒപ്പം ഇതും കൂടിയിട്ട് ആൾക്കാർ പറയാറുണ്ടല്ലേ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗ്രൂപ്പിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ് സത്യത്തിൽ എന്തുണ്ടായെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേ പീച്ചിലെ 2 ദിനോസേ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് സമൂഹമേ നഹിത, ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല. മേ പീച്ചിലെ 2 ദിനോസേ സമൂഹമേ നഹിത, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം കൽ വാസ്തവമേ ക്യാ ഹുവാ, അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്പീഡ് വരും ഓട്ടോമാറ്റിക്കായിട്ട്. 3-4 പ്രാവശ്യം ഇങ്ങനെ പറയണം. അപ്പോൾ വേണമെങ്കിൽ അതിന് കാരണം പറയാം കേട്ടോ. കാരണം എന്താ പറയുക? ക്യോങ്കി എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് വേണമെങ്കിൽ പറയാം. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ അതും വേണമെങ്കിൽ പറയാം. ക്യോങ്കി പീച്ചിലെ 2 ദിനോസേ 2 തരത്തിൽ പറയാം. മേ പീച്ചിലെ 2 ദിനോസേ സമൂഹമേ നഹിത എന്നും പറയാം. പീച്ചിലെ 2 ദിനോസേ മേ സമൂഹമേ നഹിത. അത് ഭംഗിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, ആജ് കാ പഠായി ഇധർ ഹി ഖത്തം ഹോ ഗയാ. ധന്യവാദ്.